ഷോയുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പവർ ഗ്രൂപ്പ് ഇവിടെ റെഡിയാണ്. പക്ഷേ ഈ ഒരു പവർ മാത്രം നമുക്ക് പോരാ, ഒന്നും കൂടെ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ബലത്തിനും കൂടെ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം സ്വരാജ് വെഞ്ഞാറമൂട്, the versatile actor on stage on Super Show. യെസ്, അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് പെൺകുട്ടികളൊക്കെ പറയണു ഇത്തിരി സ്ത്രീബലം വളരെ കുറവാണെന്ന് അല്ലേ? ഈ സൈഡിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ വെരി റേഡിയന്റ് ഗോർജിയസ് ചാർമിംഗ് ഗേൾ ഓൺ സ്റ്റേജ് നമ്മുടെ സി കേരളത്തിന്റെ സൂപ്പർ ഷോ. ലെറ്റ്സ് വെൽക്കം നമിത പ്രമോദ്. കന്നി പെണ്ണെ കൺകതളിത്തേനെ കണ്ടവാടെ കട്ടെടുത്ത പട്ടുനിലാവേ ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിരുളി കാത്തുവച്ച താലി തരില്ലേ കണവെന്തോണി കൂട്ടുകുഴഞ്ഞോളെ കുളിരും കായൽ കാറ്റിലുലഞ്ഞോളെ കടവിൽ ദൂരെ പൂവരങ്ങിൽ നാളെ പൂക്കൈത പൂത്താൽ കല്യാണമല്ലേ. കന്നി പെണ്ണെ കൺകതളിത്തേനെ കണ്ടവാടെ കട്ടെടുത്ത പട്ടുനിലാവേ ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിരുളി കാത്തുവച്ച താലി തരില്ലേ കണവെന്തോണി കൂട്ടുകുഴഞ്ഞോളെ കുളിരും കായൽ കാറ്റിലുലഞ്ഞോളെ കടവിൽ ദൂരെ പൂവരങ്ങിൽ നാളെ പൂക്കൈത പൂത്താൽ കല്യാണമല്ലേ. കന്നി പെണ്ണെ കൺകതളിത്തേനെ കണ്ടവാടെ കട്ടെടുത്ത പട്ടുനിലാവേ ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിരുളിൽ കാത്തുവച്ച താലി തരില്ലേ കന്നി പെണ്ണെ കൺകതളിത്തേനെ കണ്ടവാടെ കട്ടെടുത്ത പട്ടുനിലാവേ ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിരുളിൽ കാത്തുവച്ച താലി തരില്ലേ. സോ നമിത നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. സോ നമിത, വെൽക്കം ടു സി കേരളം സൂപ്പർ ഷോ. Thank you so much. Thank you. നമ്മൾ കുറച്ച് ദിവസമായിട്ടുള്ള ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് എപ്പിസോഡ്സ് കണ്ടിരുന്നോ? കുറച്ച് ദിവസമായുള്ളൂ നിങ്ങൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും എല്ലാം നിങ്ങളാ. സുരാജേട്ടന്റെ ഒരു ഡയലോഗ് ഭയങ്കര ഹിറ്റാ. ഏതാ? സുരാജേട്ടൻ തന്നെ പറയും, ദൈവമേ. അപ്പൊ ദൈവത്തിനെ വിളിച്ചപ്പോഴേക്കും ദൈവം പറയാ ഒരാളെയും കൂടെ ഞാൻ വിടാൻ പോവാണ് എന്ന്. എന്നാ ദൈവം തന്നോട്ടെ അല്ലേ? നമ്മുടെ സി കേരളത്തിന്റെ സൂപ്പർ ഷോയിലേക്ക് ഒരാളും കൂടെ എത്താൻ പോവാണ്. ദ എവർഗ്രീൻ ഐക്കൺ ഓഫ് ഹ്യൂമർ ആൻഡ് ഹാർട്ട് എന്ന് പറയാം, ദ ലെജൻഡ് ഹിംസെൽഫ്, നമ്മുടെ സ്വന്തം ജഗദീഷ് ഏട്ടൻ. राजा मियाँ चढ़ दो यारी संगी नैयो इश्क में मारे राजा मियाँ चढ़ दो यारी संगी नैयो इश्क में मारे राजा मियाँ चढ़ दो यारी संगी नैयो इश्क में मारे इश्क न जड़ते कुछ भी बल्ले हो गई तू बल्ले बल्ले हो जाएगी बल्ले बल्ले हो गई तू बल्ले बल्ले हो जाएगी बल्ले बल्ले हो गई तू बल्ले बल्ले हो जाएगी बल्ले बल्ले हट के नच के नच के ना हट के नच के नच के ना हट के नच के नच के ना हट के नच के ना. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഉത്തമമായ കലാസൃഷ്ടിയായിരുന്നു, ഉദാത്തമായ അവതരണമായിരുന്നു, മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് ആയിരുന്നു. ഹോജായിക്ക് ബെല്ലെ എന്ന് പറഞ്ഞാൽ ബെല്ലിന്റെ ഒരു അവബോധം തന്നെ ജനങ്ങളിൽ സൃഷ്ടിക്കാൻ ഈ കലാസൃഷ്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു വലിയ കാര്യം. എന്തായാലും 100 ഔട്ട് ഓഫ് 100.
സ്വന്തം ശബ്ദം ഇത്രയും നല്ലൊരു ജഡ്ജ്മെന്റ് ഇതിനു മുമ്പ് വേറെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടായിരിക്കും കിട്ടുന്നത്. ഒരുപക്ഷെ പാട്ട് പാടാനുള്ള ധൈര്യം തന്നത് തന്നെ പ്രേക്ഷകരാണ്. ആദ്യകാലങ്ങളിൽ അവർ പാസ്സാക്കിയില്ല, പിന്നെ മോഡറേഷൻ തന്ന് പാസ്സാക്കി, പിന്നെ അല്പം ഒരു സെക്കൻഡ് ക്ലാസ് വരെയൊക്കെ എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ओ गई तेरे बल्ले बल्ले हो जाएगी, बल्ले बल्ले हो गई तेरे बल्ले बल्ले हो जाएगी, बल्ले बल्ले आह चिकनक चिकनक चिकना, आह चिकनक चिकनक चिकना, आह चिकनक चिकनक चिकना, आह चिकनक चिकना. വളരെ നല്ലൊരു മെസ്സേജ് ആയിരുന്നു ഇതിൽ കണ്ടത്. ഇതിലും ഓൾറൈറ്റ്. അപ്പോൾ ഇതിലും ജഗദീഷ് ചേട്ടനെ നമ്മുടെ സൂപ്പർ ഷോയിലേക്ക് ഒരു വലിയ കൈയോടുകൂടി നമ്മൾ വെൽക്കം ചെയ്യാണ്. താങ്ക് യു. ജഗദീഷ് ചേട്ടാ, എനിക്ക് പെട്ടെന്ന് ഒരു പാട്ടും കൂടെ മനസ്സിൽ വന്നിട്ടോ, ചെറിയൊരു ക്ലൂ. ഓക്കെ. ആലിപ്പഴം പെറുക്കാൻ തീലിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ തീലിക്കൂട നിവർത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 40 വർഷങ്ങൾക്ക് നമ്മളിങ്ങനെ പിന്നോട്ട് പോകുമ്പോ നമ്മുടെ ജഗദീഷ് ചേട്ടൻ എന്ന് പറഞ്ഞ കലാകാരനെ നമുക്ക് സമ്മാനിച്ച സിനിമ എന്ന് വേണം പറയാനായിട്ട്. 40 വർഷങ്ങൾ പിന്നോട്ട് ഇങ്ങോട്ട് വരുമ്പോഴും ആ സെയിം എനർജി, ആ എനർജിയിൽ ഒരു മാറ്റമില്ല. ഈ എനർജിയുടെ ഗുട്ടൻസ് എന്താ? അതായത് ഭക്ഷണം, അതായത് ബോയിൽഡ് എഗ്സ് മാത്രമേ കഴിക്കുള്ളൂ, ചിട്ടയായ ആഹാര രീതി. ജഗദീഷ് ചേട്ടനോ? അല്ലേ? കൈ കിട്ടിയത് എന്തും ഡയറ്റ് ഒന്നുമില്ല. ഡയറ്റ് എന്ന് വെച്ചാൽ കൂടുതൽ ആഹാരം കഴിക്കില്ലെന്ന് മാത്രം. നൈറ്റ് ഫുഡ് കുറവായിരിക്കും. നമിത, എത്ര മണിക്കാ ഡിന്നർ? 4 ഒക്കെ ആവുമ്പോ കഴിയും. അല്ലല്ല, സത്യത്തില് 4 PM. ആക്ച്വലി രാത്രി ഭക്ഷണം കഴിക്കണ കുറവാ. ഈ ക്ലബിൽ നിന്ന് ഇവർ രണ്ടുപേരും ഔട്ട് ആക്കണമല്ലോ. സുരാജ് ചേട്ടാ, നമുക്കൊക്കെ ഒരു ക്ലബിൽ ജോയിൻ ചെയ്യാമോ? എത്ര മണിക്കാ ഡിന്നർ കഴിക്കുക? ഞാനിത് എല്ലാ ദിവസവും വിചാരിക്കും സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉറങ്ങണമെന്ന്, പക്ഷെ സാധിക്കാറില്ല. ഒരു 9 മണിയൊക്കെ ആവും. 9 മണിയൊക്കെ ആവും. എന്നാലും ഓക്കെ, അനുവിന്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. അനു, ഞാൻ ഒരു 7-8 മണി. അത് തള്ളാണ്. അങ്ങനെ അനു ചേച്ചി അറിയാം. ശരി, ഓക്കെ. അപ്പോ 40 വർഷങ്ങൾക്ക് മുമ്പ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ 40 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ARM നമ്മൾ വന്ന് എത്തി നിൽക്കുകയാണ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ പ്രേക്ഷകര് ജഗദീഷ് ചേട്ടൻ എന്ന് പറയുമ്പോൾ ഒന്ന് കിടുകിടാ വിറയ്ക്കും. കാരണം മാർക്കോനൊരു വലിയ കൈഡി കൊടുക്കണം. ഒരു ഡ്രാസ്റ്റിക് ട്രാൻസിഷൻ ആയിരുന്നു അല്ലേ സുരാജ് ചേട്ടാ? അവര് ആവേശത്തോടെ കൈയടിച്ചില്ലേ? ഇതാണ് എന്റെ ശക്തി, എനിക്ക് പ്രചോദനം. അല്ല, ഇനി നമ്മുടെ പരിപാടിയെ കുറിച്ച് സത്യം നമ്മുടെ സൂപ്പർ ഷോ. സൂപ്പർ ഷോ ആകാതിരിക്കോ? ഇത് ആരാ നിൽക്കുന്നത് ഇവിടെ? അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം എന്തെന്നറിയോ? സുരാജ് എന്ന് പറഞ്ഞാൽ ആ പേരിന്റെ അർത്ഥം എന്താ? എന്താ നിങ്ങൾ പറയും നോക്കട്ടെ. സൂപ്പർ ഷോ അല്ലേ? സൂപ്പർ. സൂപ്പർ കീർത്തി എന്തെങ്കിലും ആണോ? സു എന്ന് പറയുന്നത് സാധാരണ സംസ്കൃതത്തിൽ നല്ലതിനെ സൂചിപ്പിക്കുന്നതാണ് സു. ഓക്കെ. രാജ് എന്ന് പറയുന്നത് രാജാവ് എന്ന അർത്ഥമുണ്ട്, രാജ്യം എന്ന അർത്ഥമുണ്ട്. രാജാവ് എന്ന നിലയിലും അദ്ദേഹം പ്രശസ്തനാണ്, രാജ്യം എന്ന നിലയിൽ അദ്ദേഹം പ്രശസ്തനാണ്. കാരണം ചിലപ്പോ മലയാളം വിട്ട് തമിഴിലൊക്കെയാണ് കലക്കാൻ പോകുന്നത്. അപ്പൊ രാജ്യം വിട്ട് അതിർത്തി കടന്നു പോയിരിക്കുകയാണ്. സുരാജും എനിക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞങ്ങൾ അന്നും ഇന്നും ടിവിയും വലിയ സ്ക്രീനും ഒരേപോലെ പ്രാധാന്യത്തോടെ കാണുന്നവരാണ്. സത്യം. Welcome with a big round of applause, Suraj Venyaramud. ശരിക്കും നമിതയുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ നോക്കുമ്പോൾ എപ്പോഴും സിമ്പിൾ ആൻഡ് എത്തനിക് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് നമിത കൂടുതൽ വെയർ ചെയ്യാറുള്ളത്. ഈ സിമ്പിൾ ഡ്രസ് ഇടുന്ന പുരുഷന്മാരെ ഇഷ്ടമാണ്? ഇഷ്ടം. ഈ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്കിതിൽ റോളില്ല. കാരണം ഇനി നിങ്ങൾ 3 പേരും കൂടെയാണ് സിമ്പിൾ ഡ്രസ് ഇട്ടിട്ടുള്ള ഒരു ഗേളും അതുപോലെ തന്നെ 2 പുരുഷന്മാരും ഒരുമിച്ച് ഒരു റാംബോക്കായല്ലോ. ഓ, ആയിക്കോട്ടെ.
സ്ക്രൂ ചെയ്തോണ്ടിരിക്കുക സുരാജേട്ടന്റെ കൂടെ അനുവിനൊന്ന് വാക്ക് ചെയ്യാൻ ഒരു ചാൻസ് കൊടുക്കുമെന്ന്. വാണ അങ്ങോട്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ജഗദീഷ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് സുരാജ് വെഞ്ഞാറമൂട് കാണിക്കാൻ പോകുന്നത്. Ready? ഇപ്പൊ നമ്മൾ കണ്ടത് ജഗദീശേട്ടൻ എങ്ങനെ മൂന്ന് നടന്മാര് വരും. ആരൊക്കെയാണെന്ന് പറയണം. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. താളം നല്ല താളം ജയൻ സർ, ഭീമൻ രഘുചേട്ടൻ, പിന്നെ ജഗദീഷ് ചേട്ടൻ. അതെ, ഇതിന്റെ ഇടയിൽ അനു പറഞ്ഞു കേട്ടോ, അണ്ണ എന്തരണ്ണ അതി മര്യാദയ്ക്ക് അടക്കിയണ്ണ. അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ്. സോ ഇന്ന് നമ്മുടെ സീ കേരളം സൂപ്പർ ഷോ ഇന്നത്തെ റാപ്പ് വാക്കിലൂടെ ഞങ്ങൾ മുന്നോട്ട് എന്ന് പ്രൂവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചേട്ടാ, ഒരു ഒഫീഷ്യൽ വെൽക്കമിങ് ആ ഒരു പഞ്ചോടുകൂടി പറയാമോ? Ladies and gentlemen, welcome to Sea Kerala Super Show.